ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, പ്രത്യേകിച്ച് മുറിയൻസ് ടീമിന്. അതായത് ഗൾഫ് കൺട്രീസിലൊക്കെ ഇരുന്നാൽ പിന്നെ നമ്മൾ സേഫാ, നമുക്ക് നരേന്ദ്രമോദിയെ 10 തെറി പറയാം, ചായക്കടക്കാരൻ തെണ്ടിയുടെ മോനെ എന്നൊക്കെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മോദിയെയും അമിത്ഷായെയും ഒക്കെ ഒന്ന് പേടിപ്പിക്കാം, തെറി വിളിക്കാം, മുദ്രാവാക്യം മുഴക്കാം, വെല്ലുവിളിക്കാം, ഭീഷണി മുഴക്കാം. ഒരിക്കലും നമ്മൾ താഴെ വരില്ല എന്ന ഒരു ധാരണയുണ്ട്. അതാണ് നമ്മുടെ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ. ഈ നാറിയ, ഈ പരമ നാറിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്ന ആൾ ഞാനാണ്. NIAക്ക് ഇവനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും തപ്പിപ്പറക്കിയെടുത്ത് കംപ്ലൈൻറ്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദീന ഭാരതി കേരളത്തിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്കനുസൃതമായി കേസുമായി മുന്നോട്ട് പോകുകയും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ രാജ്യത്തിനു വേണ്ടി ഇവനെ പിടിക്കൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിന് കൃത്യമായ രൂപത്തിൽ ഫോളോ അപ്പ് കൊടുത്തു. ഏതൊക്കെ രൂപത്തിലാണോ ഈ കേസ് ബിൽഡപ്പ് ചെയ്യേണ്ടത്, കാരണം ഈ കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്യണം, ഇവന്റെ കയ്യിൽ വിലങ്ങു വീഴണം. കരിങ്കൽ കെട്ടിനകത്ത് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടുന്ന ഈ കൊടും ഭീകരൻ, ഇവനെ തുറന്നുവിട്ടാൽ ഇവൻ ഒരുപാട് അമുസ്ലിങ്ങളുടെ ജീവൻ എടുക്കുമെന്നത് പരമാർത്ഥമാണ്. ഇത് മനസ്സിലാക്കിയ അദീന ഭാരതി മുന്നോട്ട് പോയി അവന്റെ കയ്യിൽ സുന്ദരമായ ഒരു വെള്ളി വിലങ്ങ് വീണിരിക്കുന്നു. അദീന ഭാരതി എന്ന് പറയുന്ന ഭാരതത്തിന്റെ ധീരപുത്രിക്ക് അഭിനന്ദനങ്ങൾ. ഇവനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ഞാനാ. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെയുള്ള ഭീകരന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാകൂ. എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അയ്യോ, ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഒരു കാക്കായെ വളരെ അത്യാഡംബരപൂർവ്വം വേണ്ടുന്ന എല്ലാ ആദരവും കൊടുത്ത് കൊണ്ടുപോയത് കണ്ടില്ലേ? ജയിലിൽ ഇപ്പോൾ കന്നിയടി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം. നമ്മുടെ CA റൌഫ് ഉണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, ഒടുവിൽ പഞ്ചാബിയാണ് മൂലം പൂരാടമാക്കി കാക്കായെ ഇറക്കി വിട്ടത്. അതൊക്കെ കണ്ടിരുന്നല്ലോ. അതുപോലെ ഇവനും കിട്ടേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കിയ നമ്മുടെ കേരള പോലീസിനാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ഇതാണ് രാജ്യത്തിന് പുരസ്കാരം നേടിയ രൂപത്തിൽ ഉണ്ടായിരുന്ന അക്ഷരത്തെറ്റോടുകൂടി ഒരു കമന്റ് എഴുതിയ മലയാളികളെ പറയിപ്പിക്കുന്ന ഒരു മുറിയൻ. ഗൾഫിലിരിക്കെ താലിബാൻ തീവ്രവാദികളെ എന്റെ സഹോദരങ്ങൾ എന്ന് വിളിച്ച ഇന്ത്യക്കാർക്ക് നേരെ കൊലവിളി നടത്തി നാട്ടിലെത്തിയ യുവാവിനെയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. താലിബാനികളെയല്ല, പാകിസ്ഥാനികളെയാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിൻ്റെ താഴെ വന്നിട്ടാണ്, ആ ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ താഴെ വന്നിട്ടായിരുന്നു ഇവൻ്റെ കോണയടി. ശരി, ഇതായിരുന്നു അവൻ എഴുതിയത്. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ? ഇവൻ്റെ അപ്പൻ ചിന്ന വീടെങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ, അവനിലുണ്ടായതാ. ആര് റെസിസ്റ്റന്റ് ഫ്രണ്ടുകാർ അവർ വന്നിട്ടാണല്ലോ 29 പേരുടെ ലിംഗാഗ്രചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കി കൊന്നത്. അപ്പൊ അവരെയാണ് എൻ്റെ സഹോദരങ്ങൾ, വാപ്പാട ചിന്ന വീട്ടിലുണ്ടായ സഹോദരങ്ങൾ. ശരി, ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നത് കണ്ടോ ഇവൻ? മദ്രസ പൊട്ട മുറിയ. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും, മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. അതിവന്റെ തൊണ്ടയ്ക്കായിരിക്കട്ടെ ആ തുപ്പല്. ശരി, കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഇവന്റെ ഉള്ളിലുള്ള വിഷത്തിന്റെ ആധിക്യം എത്രമാത്രമുണ്ട് എന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ആ 29 പേർ, പഹൽഗാമിൽ കൊല്ലപ്പെട്ട 29 പേർ ഇവന്റെ കണ്ണിൽ കാഫിറും, ആ കൊന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട്സിന്റെ ആളുകൾ ഇവന്റെ സഹോദരങ്ങളും. ഷൂട്ട് അറ്റ് സൈറ്റ്, ഇവനെ വെടിവെച്ച് കൊല്ലണം. ഇതുപോലെയുള്ള പാകിസ്ഥാൻ പ്രേമികളും ഇന്ത്യ വിരുദ്ധരുമായിട്ടുള്ള ആളുകൾ നമ്മുടെ നികുതി പണത്തിൽ ജയിലിൽ പോലും കഴിയേണ്ടി വരരുത് എന്നതാണ് ഞാൻ എൻ്റെ പരമാവധി അമർഷം രേഖപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന്. ആരെ? വാപ്പാട ചിന്ന വീടുണ്ടല്ലോ, ഇവന്റെ തന്ത ചിന്ന വീട് ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാനില്, അവര് പിടിച്ചെടുക്കുമെന്ന്. എന്നിട്ട് കാശ്മീരിനെ വേർപെടുത്തി എടുത്തു കൊണ്ടുപോകുമെന്ന് അവന്റെ ഉമ്മാടെ മടിയിലിട്ടിട്ട് താലോലിക്കാൻ വേണ്ടിയിട്ട്. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പുമെന്ന്. അത് ഇവന്റെ അപ്പന്റെ തൊണ്ടയ്ക്കല്ലേ തുപ്പേണ്ടത്?
അല്ലെ? ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കി വിട്ടതിന്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ വീട്ടുകാരെ കൂടി പരിഗണിക്കണം. ഇവന്റെ വീട്ടിൽ നിന്നാണ് ഇവൻ ഈ രാജ്യവിരുദ്ധതകൾ കിട്ടിയത്. ഇവന്റെ വീട്ടുകാർ, ഇവന്റെ മാതാപിതാക്കൾ അടങ്ങുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരടങ്ങുന്ന ആളുകൾക്കും ഇതേ രൂപത്തിലുള്ള ഇന്ത്യ വിരുദ്ധതകൾ ഉണ്ടോന്നും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ ഇവന്റെ വീട്ടിലേക്ക് ഫണ്ടുകൾ വന്നിട്ടുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. ഒരിക്കലും ഇന്ത്യക്കകത്തിരുന്നിട്ട് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കമന്റ് എഴുതാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അടുത്തത്, കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. കാരണം ഇന്ത്യയിലാണല്ലോ കാശ്മീർ ഉള്ളത്. അപ്പോൾ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും അത്രേ. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് കണ്ടോ. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും, ബാക്കിയുള്ളവരൊക്കെ മനുഷ്യരാണെന്ന് ഇവന് മനസ്സിലായി. കാരണം അവരൊക്കെ മുറിയന്മാരായിട്ടുള്ള ഈ ഒരു പൊട്ടക്കിതാബിനകത്തുള്ള കഥകളും വിശ്വസിച്ച് നടക്കുന്ന പൊട്ടന്മാരല്ലാന്നെങ്കിലും മനസ്സിലായി. അപ്പൊ എന്റെ സഹോദരങ്ങളാകുന്ന പാകിസ്ഥാനികൾ ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും സംരക്ഷിച്ച് ബാക്കിയുള്ളവരെയൊക്കെ കൊന്നൊടുക്കുമെന്ന്. അപ്പോ എന്നിട്ട് കാലങ്ങളോളമായി ഇവൻ ഇരുമ്പ് നിക്കറും ഇട്ടിട്ട് കല്യാണ സുനയും പൊതിഞ്ഞു വെച്ചിട്ട് കാത്തിരിക്കുവാണ് പൊട്ടിത്തെറിച്ച് ഹൂറികളെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. കാലങ്ങളോളമായി കാത്തിരിക്കുന്ന വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഇനി തീഹാർ ജയിലിൽ കിടന്നിട്ട് ഇവന് യുദ്ധം ചെയ്യാമല്ലോ, അല്ലെ? ആരും ഒന്നിനും വരത്തില്ലടാ മോനെ, നീ യുദ്ധം ചെയ്തു, നിന്റെ സുന തെറിക്കട്ടെ. അപ്പോ നിങ്ങൾക്ക്, അതായത് സ്ലീപ്പർ സെൽസിനെ മാത്രമേ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കാതെ വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ ഒരു നിമിഷം? ഇവന്റെ വീട്ടുകളിലേക്ക് ഫണ്ടുകൾ ഒഴുകിയത് അന്വേഷിക്കണം. തന്നെയുമല്ല, തീർന്നിട്ടില്ല ഇവന്റെ അമർഷം. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് NIA ഇവന്റെ അടുത്തെത്തി. കേരള പോലീസ് ഇവന്റെ അടുത്തെത്തി. ഇവനെ ഡൽഹിയിലേക്ക് പറത്തി. ഇനിയിപ്പോൾ തീഹാർ ജയിലിനകത്തായിരിക്കും ഇവന്റെ യുദ്ധം അത്രയും. പഞ്ചാബികൾ ഉണ്ടാകും, ഇവന്റെ സഹോദരങ്ങളാകുന്ന പാകിസ്ഥാനികൾ ഉണ്ടാകും. പാകിസ്ഥാനികളുടെ ജയിലിൽ തന്നെ ഇവനെ ഇടണം. കാരണം സഹോദര ബന്ധമൊക്കെ പുതുക്കണ്ടായോ? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹ്മാന ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ ഇവന്റെ കുടുംബ ബന്ധം, ഇവന്റെ ചിന്ന വീട്, ഇവന്റെ തന്ത കള്ളവെടിയിൽ പോയിരിക്കുന്നത് പാകിസ്ഥാനിലേക്കാ. അപ്പൊ അതിൽ കുറെ മക്കളുണ്ടാകുമല്ലോ. അതുകൊണ്ട് അവരുമൊക്കെയായിട്ട് കുടുംബ ബന്ധം പുലർത്താനും കൂടി ഒരു സൗകര്യം നമ്മുടെ ഇന്ത്യൻ ആർമി ഒന്ന് ഒരുക്കി കൊടുത്താൽ വളരെ സന്തോഷം. അവൻ കൃതാർത്ഥനാകും. അതായത് ഇവൻ ചെയ്ത പ്രവൃത്തിക്ക് ഇവനെ തീവ്രവാദി എന്നാണ് വിളിക്കേണ്ടത്. ഇവൻ തീവ്രവാദിയാണ്, അവൻ കൊടും ഭീകരനാണ്. ഉള്ളിൽ വിഷം ഒളിപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാൻ രക്തവും പാകിസ്ഥാന്റെ ആശയവും ആദർശവും പാകിസ്ഥാൻ വൈകാരികതകളും കൊണ്ട് നടക്കുന്ന ഒരു കൊടും ഭീകരനാണിവൻ. അതായത് പലതരം തീവ്രവാദ ആശയങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച്, എന്താശയമാണ്? തീവ്രവാദ ആശയം. അമുസ്ലിങ്ങളെ കൊല്ലണം. നമ്മൾ മാത്രം മതി ഈ ഭൂമിയിൽ. അള്ളാഹുവിന്റെ ഭൂമി, അള്ളാഹുവിന്റെ വായു, അള്ളാഹുവിന്റെ വെള്ളം, ഇതൊക്കെ ശ്വസിച്ചിട്ട് കാഫിറുകൾ ജീവിക്കാൻ പാടുണ്ടോ? അല്ലടാ ഉവേ, കാഫിറുകൾ സൃഷ്ടിച്ചതാരാടാ? നിന്റെ ഈ പിഴച്ചോൻ തന്നെയല്ലേ? പോട്ടെ. അപ്പൊ ഇതുപോലെ ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കൊടും ഭീകരന്മാരായിട്ടുള്ള സനൂഫുമാർ നമുക്കിടയിൽ ഇല്ല എന്ന് നെഞ്ചിൽ കൈവച്ചൊരു കാഫിറിന് പറയാൻ പറ്റുമോ? അവരുടെ ആശയങ്ങൾ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്, ഛർദ്ദിക്കാൻ പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഇതുപോലെ കമന്റ്സ് ഇടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റില്ല, അകത്താകുമെന്ന് അറിയാം അവർക്ക്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുക. ചോദിക്കട്ടെ, 1 വർഷത്തോളമായില്ലേ കഴിഞ്ഞില്ലേ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട്? അന്ന് മുതൽ ഞാൻ ഇതിനോടകം 11-12ഓളം വീഡിയോ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തി. ഒരു വീഡിയോ ചെയ്തു 16 ലക്ഷം ആളുകൾ കണ്ടു. ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ, ഒരു മതപുരോഹിതൻ, ഒരു മത നേതൃത്വം ഇവൻ ചെയ്തത് തെമ്മാടിത്തരമാണ് എന്ന് പറഞ്ഞോ? ഇവൻ ചെയ്തത് തെണ്ടിത്തരമാണ്, തന്തയില്ലാഴുകയാണ് എന്ന് പറഞ്ഞോ? എന്താ പറയാൻ പറ്റാത്തത്? പുസ്തകത്തിനകത്തുള്ളതല്ലേ അവൻ ഛർദ്ദിച്ചത്? നിങ്ങൾക്ക് അവസരത്തിന്റെ അഭാവം മാത്രമല്ലേ ഉള്ളൂ. സൗദി അറേബ്യ എന്ന് പറഞ്ഞാല് അവൻ സേഫ് ആണെന്ന് വിചാരിച്ചു. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണ്ടല്ലോ. ഒരു ഗൾഫ് രാജ്യത്ത് പണിക്കു പോയതാ പിഴച്ചു പോകാൻ. ആ അറബി ഭക്ഷണവും അറേബ്യൻ കൾച്ചറും അറേബ്യൻ വസ്ത്രവും പള്ളികളും ഒക്കെ കണ്ടപ്പോൾ, നോക്കത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന മരുഭൂമിയൊക്കെ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു ഈ ലോകം മൊത്തം സൗദി അറേബ്യയാണെന്ന്. ഒരിക്കലും ഇനിയും കേരളത്തിലേക്ക് കാലുകുത്തേണ്ടി വരില്ല എന്ന്. എന്ത് കരിപ്പൂർ വിമാനത്താവളം? ഇല്ല. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ കുരച്ചവൻ അവിടെ അവർ വെച്ചോണ്ടിരിക്കുവോ? എന്തിനേറെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണ
ഇന്ന് ഇന്ത്യൻ ജയിലുകളിൽ കിടന്നിട്ട് അഴിയെണ്ണി കരഞ്ഞുകൊണ്ടിരിക്കുക. ആരാവനെ സംരക്ഷിച്ചത്? അമേരിക്ക. അമേരിക്കയിൽ നിന്ന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി കൊടും ഭീകരനെ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ച നരേന്ദ്രമോദിക്ക് ഇവനെ പോലെയുള്ള ഇന്ത്യ വിരുദ്ധർക്കെതിരെ ഇവിടെ കൊണ്ടുവരാനും നിയമം പാസ്സാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഇതുപോലെ കുരയ്ക്കുന്ന ആളുകൾക്കെതിരെ വെള്ളി വിലങ്ങും വെച്ചിട്ട് കാക്കിക്കുപ്പായക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്നിവർ മനസ്സിലായില്ല. സ്വന്തം നിലനിൽപ്പ് നോക്കാതെ മണ്ടനാശയങ്ങൾ പറയാൻ പാടില്ല. നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇവിടെ ജീവിക്കണമെങ്കിൽ ഉള്ളിലുള്ള ആ തീവ്രവാദമൊക്കെ നമുക്ക് വിശ്വസിക്കാം, പ്രാവർത്തികമാക്കണ്ടെന്ന് ഇവരങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ജീവിക്കുന്ന കുറേ ഭ്രാന്തന്മാരായിട്ടുള്ള മതതീവ്രവാദികൾ ഇതിനകത്തുണ്ട്. ശരിക്ക് അജ്ഞാതന്മാർ ഇന്ത്യ വിരുദ്ധരെ ലോകത്തിന്റെ പല കോണുകളിലും കൊന്നു എന്ന് കേൾക്കുമ്പോൾ, അജ്ഞാതന്റെ കരങ്ങളാൽ ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒന്ന് കൊതിച്ചു പോകുവാണ്. ആ അജ്ഞാതന് കേരളത്തിലേക്കൊരു ഫ്രീ ടിക്കറ്റ് ഒന്ന് കൊടുത്തിരുന്നെങ്കിലെന്ന്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധർ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമായിട്ട്, തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റി ആയിട്ട്, തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന നഴ്സറി ആയിട്ട് കേരളം മാറിയിട്ട് കാലം കുറയായി. ഇടതനും വലതനും ഭരിച്ചു മുട്ടിച്ച് മതതീവ്രവാദികളെ വളർത്തി അവർക്ക് ആദരവ് നൽകി, ആനുകൂല്യങ്ങൾ നൽകി, സ്ഥാനമാനങ്ങൾ നൽകി, സ്ഥാപനങ്ങൾ നൽകി അവരെ ഇങ്ങനെ കൊണ്ടുപോകുവാണ്. വളയുകയും ചെയ്യരുത്, ഒടിയുകയും ചെയ്യരുത് എന്ന്. പക്ഷേ കേരളം ഇന്ത്യയിലാണ്, ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഒന്ന് ഓർമ്മയിലിരുന്നോട്ടെ. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മുഹമ്മദ് സനൂഫുമാർ ഉടനെ അകത്താകുമെന്ന് മാത്രം അറിയുക. വീണ്ടും അണ്ടർലൈൻ ചെയ്തൊരു കാര്യവും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇവന്റെ വീട്ടിലേക്ക് പണം ഒഴുകിയിട്ടുണ്ടോ? ആ പണത്തിന്റെ സോഴ്സുകൾ അറിയണം. ഇവന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന ആളുകൾ ഏതൊക്കെ രൂപത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നറിയണം. ഇവൻ ഗൾഫിലിരുന്ന സമയത്ത് നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ സോഴ്സ് അറിയണം. ഇങ്ങനെ അനവധി നിരവധി കാര്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ മുഹമ്മദ് സനൂഫ്. നന്ദി.